ലോക്സഭാ തെരഞ്ഞെടുപ്പിന് പിന്നാലെ സിപിഎം സംസ്ഥാന സെക്രട്ടേറിയറ്റ് തിങ്കളാഴ്ച യോഗം ചേരും. തെരഞ്ഞെടുപ്പ് അവലോകനത്തിനൊപ്പം പോളിംഗ് ദിനത്തിൽ വലിയ തോതിൽ ചർച്ചയായ ബിജെപിയുടെ കേരളത്തിലെ ചുമതലയുള്ള പ്രകാശ് ജാവേദ്കർ ഇ.പി. ജയരാജൻ കൂടിക്കാഴ്ചയും യോഗത്തിൽ ഉയരും. ഇ.പി. ജയരാജൻ ബിജെപിയുമായി ചർച്ച നടത്തിയെന്ന വെളിപ്പെടുത്തൽ തെരഞ്ഞെടുപ്പ് ദിവസം സിപിഎമ്മിനെ വൻ പ്രതിഷേധത്തിലാക്കിയതിന് പിന്നാലെ പാർട്ടിക്കുള്ളിൽ നടപടി ആവശ്യമുയർന്നതായാണ് വിവരം. കേരളത്തിന്റെ ചുമതലയുള്ള ബി.ജെ.പി. നേതാവ് പ്രകാശ് ജാവേദ്കറുമായി കൂടിക്കാഴ്ച നടത്തിയെന്ന LDF കൺവീനർ ഇ.പി. ജയരാജന്റെ വെളിപ്പെടുത്തലിന്റെ ഞെട്ടലിലാണ് സിപിഎം. പോളിംഗ് ദിനത്തിലെ തുറന്നുപറച്ചിൽ വഴി പാർട്ടിയെ കടുത്ത വെട്ടിലാക്കിയെന്നാണ് ഇ.പി.ക്കെതിരെ നേതാക്കളുടെ പൊതുനിലപാട്. മുഖ്യമന്ത്രിയുടെ പരസ്യമായ തെള്ളിപ്പറയലിനുമപ്പുറം നടപടി വേണമെന്ന അഭിപ്രായവും പാർട്ടിയിൽ ശക്തമാണ്. ഇനിയും വെളിപ്പെടുത്തലുകളും തെളിവുകളും പുറത്തു വരുമോ എന്ന ആശങ്കയിലാണ് സിപിഎം. ഇന്നത്തെ കോൺഗ്രസ്, നാളത്തെ ബി.ജെ.പി. എന്നായിരുന്നു സിപിഎമ്മിന് എതിരെയുള്ള ആക്ഷേപം. ഇതിനിടെയാണ് അനിൽ ആന്റണിക്കെതിരായ ആരോപണങ്ങളുമായി ദല്ലാൽ നന്ദകുമാർ രംഗത്തെത്തിയത്. ഇതിനിടെയാണ് ശോഭാ സുരേന്ദ്രന്റെയും ഇ.പി. ജയരാജന്റെയും പേര് പുറത്തുവരുന്നത്. ആ ചർച്ച വളർന്ന് വൻ രാഷ്ട്രീയ ബോംബായി പൊട്ടിയപ്പോൾ പരിക്ക് മുഴുവനും സിപിഎമ്മിനും ഇ.പി. ജയരാജനുമാണ്. തിരുവനന്തപുരത്തുള്ള മകന്റെ ഫ്ളാറ്റിലെത്തി ബി.ജെ.പി. നേതാവ് പ്രകാശ് ജാവേദ്കർ തന്നെ കണ്ടുവെന്ന് ഇ.പി. തന്നെ വെളിപ്പെടുത്തിയത് ഞെട്ടലോടെയാണ് സിപിഎം നേതൃത്വം കേട്ടത്. വീട്ടിൽ വരുന്നവരോട് ഇറങ്ങിപ്പോകാൻ പറയുന്നത് എങ്ങനെയെന്നും രാഷ്ട്രീയം ചർച്ചയായില്ലെന്നും ഇ.പി. പറഞ്ഞു. എന്നാൽ സംസ്ഥാന സെക്രട്ടറി സ്ഥാനം കിട്ടാത്തതിനെ തുടർന്ന് സിപിഎമ്മുമായി ഉടക്കി നിന്ന ജയരാജൻ ഈ സമയത്ത് സമാന്തരമായി ബി.ജെ.പി. കേന്ദ്ര നേതാക്കളുമായി നിരന്തരം ചർച്ചയിലായിരുന്നുവെന്ന് ബി.ജെ.പി. നേതാക്കൾ ഒന്നിനു പിറകെ ഒന്നായി തുറന്നടിച്ചു. ഏതെങ്കിലും നേതാവിനെ കാണുന്നതുകൊണ്ട് പ്രത്യേകിച്ച് ഒന്നുമില്ലെന്ന് പറഞ്ഞ് ഇ.പി. ജയരാജനെ അക്കാര്യത്തിൽ പിന്തുണച്ച മുഖ്യമന്ത്രി പക്ഷേ ദല്ലാൽ ബന്ധത്തിനെതിരെ കണക്കിന് പ്രഹരിച്ചു. നേരത്തെ സാന്റിയാഗോ മാർട്ടിനുമായി ബന്ധപ്പെട്ട ദേശാഭിമാനി ബോംബ് വിവാദം, വിവാദ വ്യവസായിയുമായുള്ള ദേശാഭിമാനി ഭൂമി ഇടപാട്, ഒന്നാം പിണറായി സർക്കാരിന്റെ കാലത്തെ ബന്ധു നിയമനം തുടങ്ങിയ വിഷയങ്ങളിൽ ഇ.പി. ജയരാജനെതിരെ പാർട്ടി സംസ്ഥാന നേതൃത്വം അച്ചടക്ക നടപടിയെടുത്തിരുന്നു. അതുകൂടി ഓർമ്മിപ്പിച്ചാണ് മുഖ്യമന്ത്രിയുടെ പരാമർശം. സംസ്ഥാന സെക്രട്ടറി M.V. ഗോവിന്ദനും ഇതേ നിലപാട് തന്നെയാണ് പറഞ്ഞത്.